സുഹൃത്തുക്കളെ, സീ മിറാക്കിളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആന്ധ്രയിലെ അല്ലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 1100 കിലോമീറ്റർ അകലെ, ആന്ധ്ര വിജയവാഡ കഴിഞ്ഞിട്ട് അമലാപുരത്തിൻ്റെ അടുത്തായിട്ട് വരും. ഈ അല്ലാപുരത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് ഗന്ത്രോത്ത് ഗോപാലം എന്നാണ് ശരിയായ പേര്. അപ്പം ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രധാന കാരണം, നമ്മുടെ നാട്ടിൽ തേങ്ങൻ്റെ നാടാണ്. അപ്പോൾ കൽപ്പക വൃക്ഷം, കേരളം അറിയപ്പെടുന്ന തന്നെ കൽപ്പക വൃക്ഷത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടാണ്. അപ്പോൾ ആന്ധ്രയിൽ നമ്മൾ ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലും ചില സമയം ഒരു തെങ്ങോ തേങ്ങയോ ഒന്നും കാണാനുള്ളൊരു, തേങ്ങ കാണുമായിരിക്കും, പക്ഷേങ്കിൽ തെങ്ങ് അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല. അധികവും പനയോ എല്ലാം കൊണ്ടുള്ള വീടല്ലേ കാണും. അപ്പോൾ ഇത് തേങ്ങ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മളെ കേരളത്തിൻ്റെ കൽപ്പക വൃക്ഷത്തിൻ്റെ പേര് കേട്ട കേരളത്തിൽ വരെ ഇത്ര തേങ്ങ നമ്മൾ കണ്ടിട്ടില്ല. കോടിക്കണക്കിന് തേങ്ങയാണ് കാണുന്നത്. തേങ്ങ കണ്ട നിങ്ങൾ, ഇതെത്രയാ തേങ്ങ, ഒരത്ഭുതമായിപ്പോയി ഇത് കണ്ടിട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തന്നെ. തേങ്ങ ഇവർ പറിക്കുന്ന സ്റ്റൈലും മാറ്റാം. ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ്, നമ്മളെ കേരളം പോലെ തന്നെ. ഈ തെങ്ങുള്ള സ്ഥലമെല്ലാം കുറച്ചും കൂടി ഒരു എന്താ പറയുക, വെയിൽ കുറവാണ്, കുറച്ച് നല്ലൊരു അന്തരീക്ഷവും നല്ല കാലാവസ്ഥയിലായിട്ട്. തേങ്ങ കണ്ട നിങ്ങൾ, എന്താ കഥ. തേങ്ങ നമ്മൾ പറിക്കുന്നത് ഇവിടുന്ന് രണ്ടാൾ പറിക്കുന്നുണ്ട്, അതൊന്ന് കാണാം. റോട്ടുമെല്ലാം നിരത്തി തേങ്ങ ഇട്ടിനി. നമ്മളെ നാട്ടിലാവട്ടെ ഇങ്ങനെ തേങ്ങ ഇട്ടിനെങ്കിൽ തെങ്ങുമ്പൊന്ന് വരെ തേങ്ങ കാണുന്നില്ല. അപ്പോൾ നമ്മളെ നാട്ടിലിങ്ങനെ തേങ്ങ ഇട്ടെങ്കിൽ തേങ്ങ ഇരുന്നിടത്ത് തേ വരെ കിട്ടൂല. ഒരു ഹായ് చెప్పు. ഹായ്. അപ്പോൾ ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇതിപ്പോ തേങ്ങ അല്ല ഇവരിത്, ഇത് കൊപ്പരാക്കിയിട്ട് ഇതൊക്കെ കൊടുക്കുന്നതാണ്. പകുതി ചേരി മൊത്തത്തിൽ എടുക്കുന്നില്ല. ആന്ധ്രയിൽ ഈ വിജയവാഡ കഴിഞ്ഞാൽ പിന്നെ വിശാഖപട്ടണം, കാക്കിനാട അങ്ങോട്ടുള്ള കുറച്ച് ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ ഈ
തെങ്ങുകൾ കാണപ്പെടുന്നത്. വേറെ എവിടെയും ഇങ്ങനെ തെങ്ങുകൾ കാണപ്പെടുന്നില്ല. പിന്നെ ഇവർ കൊപ്പരാക്കുന്ന രീതി വേറെ തന്നെ ഒരു രീതിയാണ്. ഇവർ കൊപ്പരാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ശരിക്കും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ചേരി മാത്രം ഇവർ റിമൂവ് ചെയ്യും. ഈ ചേരി മാത്രം അതിനുള്ള കുച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ ഇതേപോലെ ഇതിലിങ്ങനെ അട്ടി വെച്ചിട്ട് അടുത്ത വെയിലിന് ഈ വെള്ളമെല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ വറ്റി വെറും കൊപ്പര മാത്രമായി മാറും. അപ്പോൾ ഈ കൊപ്പര മാത്രമായി മാറുമ്പം ആ സമയത്ത് ഇവർ ഇതിൻ്റെ ചിരട്ട കളഞ്ഞിട്ട് ആ കൊപ്പര മാത്രം എടുത്തിട്ടാണ് ഇവർ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ഈ കൊപ്പര ഫാക്ടറികളിലേക്ക് കൊടുക്കാൻ. അപ്പം ബിസിനസ്സുകാർക്കെല്ലാം ഈ സംഭവം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം തേങ്ങക്കെല്ലാം വില കുറവാണ്. അപ്പം വിലൻ്റെ കാര്യങ്ങളും മറ്റുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവർ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പം ഈ തേങ്ങ ഉരിക്കുന്ന ചങ്ങായി തന്നെയാണ് ഇതിൻ്റെ മുതലാളി. പേര് ചന്ദ്രമൗലി. അപ്പോൾ നല്ല ഒരു സ്വഭാവവും നല്ല വ്യക്തിത്വം. പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നല്ലൊരു സ്വഭാവമാണ്. പിന്നെ ഇവിടുത്തെ സ്ലാങ് നല്ല ഒരു വെറൈറ്റി സ്ലാങ്ങാണ്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരൊക്കെ പോകുന്ന മാതിരിയുള്ളൊരു തൃശ്ശൂർ ഭാഷ പോലെ ഒരു വെറൈറ്റി സ്ലാങ്ങാണ്. അപ്പോൾ ഇവരിങ്ങനെ തേങ്ങ ഈ ചേരിൻ്റെ ആ ഒരു മേലെ കാണുന്നത് മാത്രം ഉരിച്ചിട്ട് എണ്ണി അവർ വെക്കുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ പരിപാടി. അപ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു സംഭവം കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും റിപ്ലൈ ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത ഇനി എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കേ, ബൈ ബൈ.